ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ബീറ്റ്റൂട്ട് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബീറ്റ്റൂട്ടൊക്കെ നല്ല സോഫ്റ്റാക്കി ചെയ്തെടുക്കുന്ന നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ്. എളുപ്പത്തിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 ബീറ്റ്റൂട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ കുക്കറിനകത്തോട്ട് മാറ്റുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ബീറ്റ്റൂട്ടിനകത്തും വെള്ളമുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 or 3 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. കൂടെ തന്നെ ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടുകയും വേണം. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ കുക്കറിൽ വേവിക്കുന്ന കാരണം എല്ലാ ഭാഗവും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. സാധാരണ കടായിൽ ഇങ്ങനെ വഴറ്റി വേവിക്കുമ്പോൾ ഒരുമാതിരി ക്രഞ്ചി ആയിട്ടിരിക്കത്തില്ല, അങ്ങനെ വരത്തില്ല. നല്ല സോഫ്റ്റായിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് ഉടയാതെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒട്ടുമില്ല. ഇതുപോലെ ചെയ്തെടുക്കണം. അഥവാ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാസ് ഓണാക്കി ഒന്ന് വറ്റിച്ചെടുക്കണേ. കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ വളരെ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ഇനി എണ്ണ കുറച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കുറച്ച് എണ്ണ ചേർക്കുക. കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കൂടെ തന്നെ വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. സവാളയാണ് ചേർക്കുന്നത്. ഇതിനും അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് പകുതി വഴന്നിട്ട് വേണം അടുത്തത് ചേർക്കാനായിട്ട്. സവാള ഒന്ന് പകുതി വഴന്നിട്ടുണ്ട്. ഇനി പച്ചമുളക് ചേർക്കുക. ഇനി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. കുറച്ചേറെ എടുത്തിട്ട് നന്നായിട്ട് ചതച്ച് ചേർക്കണേ വെളുത്തുള്ളിയെ. അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വെളുത്തുള്ളിയും ബീറ്റ്റൂട്ടും കൂടെ യോജിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി ആദ്യമേ ഇടാഞ്ഞത് ഒരുപാട് അങ്ങ് മൂത്ത് പോവും. അത്രയ്ക്ക് മൂക്കേണ്ട ആവശ്യമില്ല. പച്ച ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് പകുതിക്ക് വെച്ചിട്ടത്. ഇനി ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. തീ ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് 1-2 മിനിറ്റ് നേരത്തേനൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഈർപ്പമൊക്കെ ഒന്ന് വറ്റിക്കിട്ടാനായിട്ട്. ഈർപ്പമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഒരല്പം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് ഒരല്പം കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ എല്ലാ ഭാഗത്തും ഒന്ന് പൊടിയാവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ചേർക്കുന്നത് തേങ്ങാ തിരുമിയതാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. കൂടിയോ കുറച്ചോ ഒക്കെ ചേർക്കാവുന്നതാണ്. കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. ഇല്ലെങ്കിൽ ആ മുളകും തേങ്ങയും കൂടെ ഒക്കെ അങ്ങ് പറ്റിപ്പിടിച്ചിരിക്കും. ഒന്നിച്ചിടരുത്. ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ തേങ്ങ നല്ലവണ്ണം ഒന്ന് ചൂടാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇളക്കി കൊടുത്തുകൊണ്ട് ചൂടാക്കി എടുത്താൽ മതി. തേങ്ങയൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. അത് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുകയാണ്. നമ്മൾ കടായിൽ വഴറ്റി ഇങ്ങനെ വേവിക്കുമ്പോൾ ഇത് ക്രഞ്ചി ആയിട്ടിരിക്കും ബീറ്റ്റൂട്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങളിപ്പോൾ തേങ്ങ ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അത് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. തേങ്ങയോടെ ചേർക്കുമ്പോൾ ഒരു തോരനാണെന്ന് ചോദിച്ചാൽ തോരനല്ല. എന്നാൽ ഒട്ട് മെഴുക്കുവരട്ടിയാണെന്ന് ചോദിച്ചാൽ മെഴുക്കുവരട്ടിയല്ല. ഇത് രണ്ടിൻ്റെ ഒരു മിശ്രിതമായിട്ട് ചെയ്യുന്ന ഒരു സൈഡ് ഡിഷാണ്. കുക്കറിൽ വേവിക്കുന്നത് കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് വെളിച്ചെണ്ണയോടെ ഒഴിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി.
ഇത് എളുപ്പത്തിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. സവാള വഴറ്റുന്ന നേരം കൊണ്ട് അപ്പുറത്ത് അടുപ്പുണ്ടെങ്കിൽ അതിലോട്ട് 2-3 വിസിലടിച്ച് പെട്ടെന്ന് ഇത് വെന്തും കിട്ടുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാൻ കൂടി മറന്നു പോകരുതേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.